അതായത് ശ്രീതുക്ക, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. ശ്രീതുക്ക, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ ഉറങ്ങിക്കിടന്ന് ഞാൻ ഞെട്ടി ഉണർന്നാണ് ചെയ്തത്. അതായത് ഇത് പറഞ്ഞത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്പിൻ ഭായി ആരടുത്ത്, നമ്മുടെ ശ്രീതുവിനടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. എനിക്ക് തന്നോട് ക്രഷാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാത്രി കുറച്ചു മുമ്പേ അവരിങ്ങനെ പാതിരാത്രി മൈതാനത്ത് മലന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ കാര്യം. ഇതുവരായിട്ട് കിടക്കുന്നു, രണ്ടുപേരായിട്ട് കിടന്നുകൊണ്ട് അപ്പോൾ ഈ പറയുന്ന കാമുകൻ കാമുകിയുടെ അടുത്ത് പറയുന്നത് പോലുള്ള നാണങ്ങൾ, നീ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നേക്ക്, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട്, പുറത്ത് മറ്റെന്തോ രീതിയിൽ ഇത് പുറത്തു പോയിട്ടുണ്ട് എന്നുള്ള ഡൗട്ട് അടിക്കുന്നതായിട്ട് റസ്പിൻ ആരടുത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ശ്രീധുവിനടുത്ത് പറയുന്നുണ്ട്. ശ്രീധുനൊന്നും അറിഞ്ഞിടാത്ത രീതിയിൽ ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഇവരെന്തോ ഒരു നാണമൊക്കെ പറഞ്ഞിട്ട് നാണം പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്, അല്ല കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീധുവിന്റെ അടുത്ത് പറയും, നീ അങ്ങോട്ട് തിരിഞ്ഞ് എന്റെ മുഖത്ത് നോക്കില്ല, അങ്ങോട്ട് തിരിഞ്ഞു കിടാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവള് കാര്യങ്ങൾ പറയണം. അപ്പൊ ഞാന് നിന്റെ അടുത്ത് നിന്ന് കുറച്ച് അകന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്ന് ശ്രീധുവിനോട് പറയുന്നു. ശ്രീധുവിന് എന്ത് കാര്യം, അത് അകന്ന് നിൽക്കുന്നത് ഈ പറയുന്ന നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രീധു ചോദിക്കുന്നത്, എന്റെ നല്ലതിന് എന്തിനാണ് എന്ന് ശ്രീധു അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പൊ ശ്രീധു ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവള് വീണ്ടും ഒരു പഞ്ചാല കറന്ന സംഭവത്തിൽ ഇപ്പൊ പുറത്ത് വേറെ എന്തോ രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി അവള് പറയാൻ ഒരു വിമിഷം, അതായത് ഒരു പെണ്ണ് ഒരു ആണൊരു പെണ്ണിന്റെ അടുത്ത് ഐ ലവ് യു പറയാൻ നേരത്തുള്ള ഒരു ചമ്മലുണ്ടല്ലോ, ആ ചമ്മലൊക്കെ അവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. സത്യം. എന്നാലും ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോ എന്ത് പറയുന്നു, എന്നിട്ട് ഇവള് പറഞ്ഞോട്ട് ആക്ച്വലി ശ്രീതുക്ക, ഐ ഹാവ് എ ക്രഷ് ഓൺ യു എന്ന് പറയുമ്പോ ശ്രീധു ഞെട്ടിത്തെരിക്കുന്നു. ശ്രീധു ഞെട്ടി കഴിച്ചിട്ട് ചിരിച്ചിട്ട്, നീ എന്താ പറഞ്ഞത്? അതാണ്, നീ ആരടുത്തും പറയരുത്, അത് എനിക്കുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ വരാത്തത് എന്നൊക്കെ പറയും. ശ്രീധുവിന് ഒരു ആശ്ചര്യവും ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെ ഇതിനെ പ്രതികരിക്കണമെന്നറിയില്ല. അങ്ങനെ ശ്രീധു അവിടെ നയിച്ച് അവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനടുത്തേക്ക് പോകുന്നു. ഇവൾ അവിടെ ചെല്ലുമ്പോൾ ശ്രീധുവിന് ചെറിയൊരു ഡൗട്ട്. ശ്രീധു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എന്നിങ്ങനെ ശ്രീധു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞ, ഇനി എന്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ട. അവള് ആദ്യമേ പറഞ്ഞത് ആരുടെ അടുത്ത് പറയലെന്ന് പറഞ്ഞു. ഇനി എന്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ട, ഒരു ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നാണം കുണിങ്ങി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ വീണ്ടും ശ്രീധു ഇങ്ങനെ പതുക്കെയൊക്കെ ചോദിക്കുന്നുണ്ട്, പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു, വേണ്ട ചോദിക്കണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീധു വ്യക്തമല്ല, ശ്രീധു ചോദിച്ചത് നീ ഒരു ലെസ്ബിയൻ ആണോ എന്നാണ് ചോദിച്ചതാണ്. അപ്പൊ നിനക്ക് എന്നോട് ക്രഷ് തോന്നണമെങ്കിൽ നീ ഒരു ലെസ്ബിയൻ ആണോ എന്നാണ് ചോദിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ അല്ലായിരിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അർജുൻ, പാവം ശ്രീധുവിനെ വളച്ചുകൊണ്ടിരുന്ന അർജുൻ കയറി വരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഇല്ല, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പിരിഞ്ഞു പോകും. അതിനുശേഷം എന്ത് സംഭവിച്ചെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞു, വീഡിയോ ഇടാന്ന് കരുതി വന്നതാണ്. പക്ഷെ ഈ ഒരു കേസ്, ഈ റസ്ബിന്റെ കേസ് നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഉള്ള നമ്മുടെ യൂട്യൂബേഴ്സിനായിട്ടുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഇത് മുമ്പേ ഇങ്ങനെ ഒരു ഡൗട്ട് സത്യം പറഞ്ഞാൽ മുമ്പേ ഉണ്ടായതാണ്. അതായത് ഈ റസ്ബിനും ഈ പറഞ്ഞ നമ്മുടെ നോറയായിട്ടുള്ള ഒരു റിലേഷനിൽ ചെറിയ ഡൗട്ട് നമുക്ക് മുമ്പേ ഉണ്ടായതായിരുന്നു. മുമ്പേ ഈ സംഭവം നമ്മൾ ഡൗട്ട് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജിന്റെ ഇടയ്ക്ക് പറയാൻ നിങ്ങൾ ഒരു കാര്യം ഓർമ്മയുണ്ടോ, ബെഡിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് സംസാരിച്ചു. ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ചാൽ ജിന്റെ സംസാരിച്ചു. ഇതിൽ നിന്ന് പിന്നെ ഈ റസ്മിൻ ഭായി വിചാരിക്കുന്നു, ഇവരിപ്പം വേറെ എന്തോ ഔട്ട് പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം വേറെ എന്തൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ടാവും, എന്തോ ഔട്ട് പുറത്ത് പോയിട്ട് ഇപ്പം പുറത്ത് ഞാൻ ഇങ്ങനെ ഒരു സംസാര വിഷയമായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ആർക്കുണ്ട്, ഈ റസ്മിൻ ഭായിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീധുവിന്റെ അടുത്ത് ഞാൻ ഒരു അകലം പാലിക്കുകയാണെന്നും അത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നും. പക്ഷെ അപ്പൊ ശ്രീധു ചോദിക്കുന്നത് എന്തിനും ചോദിച്ചപ്പോൾ അത് എനിക്ക് നിന്നോട് ക്രഷാണ്, എനിക്ക് നിന്നോട് പ്രേമമാണ് എന്നങ്ങനെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കണ്ടന്റുകൾ കൊണ്ട് നടക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതിന്റെ ഇടയിൽ കൂടെ പുതിയൊരു കണ്ടന്റ്. കർത്താവ്, ഇനിയിപ്പം ഈ പറയുന്ന നമ്മുടെ അർജുൻ എന്ത് ചെയ്യും? അർജുന്റെ ലൈനുകളെല്ലാം അർജുന്റെ ഇതെല്ലാം വെള്ളത്തിൽ ഒലിച്ച പോലെ പോവുമല്ലോ. അർജുൻ ഇനി വായം തുറന്നുകൊണ്ട് മുകളിലോട്ട് നോക്കേണ്ടിയിരിക്കേണ്ട അവസ്ഥ വരുമല്ലോ. ഇനിയിപ്പോ ഇതിനെ ഏത് രീതിയിലാണ് എവളെടുക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ ശ്രീധു ഏത് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോഴൊരു തമാശ, ഒരു ആശ്ചര്യത്തിന്റെ ചിരിച്ചുകൊണ്ടാണ് ഇതിനെ നേരിടുന്നതെങ്കിലും ഇനി അങ്ങോട്ടുള്ള കളികൾ വേറെ ലെവലാവും. കർത്താവ്, ഏത് രീതിയിൽ പോകുന്നറിയത്തില്ല. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഓരോ ദിവസവും പുതിയ കണ്ടന്റുകളുടെ ചാകരയാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.